ഈ സദ്യക്കൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു മുട്ടക്രോസ് തോരൻ വെച്ചാലോ? അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ മുട്ടക്രോസും 2 സവാളയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2 പച്ചമുളകുമാണ് എടുത്തേക്കുന്നത്. ഒരു മുട്ടക്രോസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഞാൻ അതിന്റെ പകുതി അളവിനെ എടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് കൊത്തിയരിഞ്ഞെടുക്കാം. ഇപ്പൊ എല്ലായിടത്തും അതിശക്തമായ മഴയും വെള്ളപ്പൊക്കവും ഒക്കെ അല്ലേ. എല്ലാരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുവാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ പുനലൂരുകാർക്ക് പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ കേട്ടോ. അപ്പോൾ അതിന്റെ കൂടെ തന്നെ സവാളയും ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞു ചേർക്കുന്നുണ്ട്. ഇത് ഇത്രയും അരിഞ്ഞെടുക്കുന്ന നേരം കൊണ്ട് തന്നെ ഇവിടെ 3 മഴ പെയ്ത് തോർന്നു. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ടൊന്ന് തിരുമിയെടുക്കാം. നമ്മളിത് ചതച്ചിടുവല്ലോ, അപ്പൊ ആ ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുത്തിട്ടുണ്ട് ഞാൻ. വേറെയും നല്ല നല്ല റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമയമുള്ളവർ അതുകൂടി ഒന്ന് കയറി കാണണേ. ഇനി ഗ്യാസ് കത്തിച്ചൊരു പാൻ വെച്ച് ചൂടാക്കി എടുക്കാം. എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം അതിലേക്ക് കടുകും മുളകും കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം അരി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. അതൊന്ന് മൂത്ത ശേഷം നമ്മൾ തിരുമി വെച്ചിരിക്കുന്ന മുട്ടക്രോസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുത്ത് അടച്ചു വെച്ചൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കും. വീണ്ടും ഞാൻ മൂടി തുറന്നാൽ ജലാംശമൊക്കെ ഒന്ന് പറ്റുന്നത് വരെ ചിക്കി തോത്തി എടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.